ജനറൽ നഷീദ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, 2025 ഈ സുന്ദരമായ എസ്പേറ്റ വേദിയിൽ ഞാൻ വന്നതിന്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥ പറയാനാ. ഞാൻ പറയുന്ന കഥയുടെ പേര് വരാനിരിക്കുന്ന പ്രവാചകൻ. അതെ, ചെറുപ്പം മുതലേ അബൂബക്കറുള്ളാന്റെ ഹൃദയത്തിൽ അന്നത്തെ സാമൂഹ്യനീതിയോട് പ്രതിഷേധത്തിന്റെ അഗ്നി എരിയുകയായിരുന്നു. ആയിടെ അദ്ദേഹം ഒരു പ്രസംഗം കേൾക്കാനിടയായി. ആ ജീവിതത്തിനെ പഴിത്തിരുണ്ടാക്കിയ പ്രസംഗം. തന്റെ മനസ്സിലുള്ളത് മറ്റൊരാൾ പറയുന്നു: വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നമിക്കുന്നവരെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ പിതാമഹൻ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാത നിങ്ങൾ മറന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാത പിൻപറ്റുന്നവർ ഇന്ന് ആരുമില്ലാതെയായിരിക്കുന്നു. ജനങ്ങളെ, ഞാൻ ഏകദൈവത്തിന്റെ മാർഗത്തിലാണ്, അള്ളാഹുവിന്റെ വഴിയിലാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽ നിന്നുമുള്ള ഒരു പ്രവാചകന്റെ വരവിന് വേണ്ടി വേയാമ്പൽ പക്ഷി വെള്ളത്തിനെന്ന പോലെ ദാഹുമായി ഞാൻ കാത്തിരിക്കുകയാണ്. സയ്യിദ് ഇബ്നു അംർ എന്നവരായിരുന്നു ആ പ്രസംഗകൻ. കഅബ ഷരീഫിന്റെ സമീപം വെച്ചാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം കേട്ടത് മുതൽ അബൂബക്കറുള്ളാന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ചിന്ത മാത്രം തത്തി കളിച്ചു. സയ്യിദ് ഇബ്നു അംർ പറഞ്ഞ ആ പ്രവാചകനെ കാണാൻ അബൂബക്കറുള്ളാഹിന് തിടുക്കമായി. പ്രവാചകന്റെ ആഗമനം അടുത്തിരിക്കുന്നു അത്രേ. ആരായിരിക്കും ആ പ്രവാചകൻ? മക്കയിലെ നല്ല മനുഷ്യരെല്ലാം അദ്ദേഹത്തിന്റെ മനോമുഖത്തിൽ മിന്നി മറിഞ്ഞു. കൂട്ടത്തിൽ ഒരാൾ മാത്രം മയാതെ നിന്നു. അതായിരുന്നു നമ്മുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കളിയാവട്ടെ കാര്യത്തിനാവട്ടെ നാവെടുത്ത് ഒരിക്കൽ പോലും കള്ളം പറയാത്ത തിരുനബി. അനാഥനായിട്ട് പോലും അധർമ്മത്തിനൊന്നും നിൽക്കാതെ സത്യസന്ധതയുടെ വൈധാരയിൽ നീങ്ങിയ അലാമി. ഗോത്രകലഹവും രക്തചൊരിച്ചിലും കൊലപാതകങ്ങളും നടക്കുമായിരുന്ന ഒരു വലിയ വൈക്കിൽ നിന്നും നാടിനെ രക്ഷിച്ച ഖുറൈശി. ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കുന്നതിന് തീർപ്പ് കൽപ്പിച്ച മഹാനുഭവി. ആ സംഭവം നടന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അന്ന് മുതൽക്ക് തന്നെ മുഹമ്മദ് നബിയോടുള്ള മമത മുട്ടിട്ടതാണ്. ഇപ്പോൾ ആ മനോഭാവിക്ക് തീവ്രത കൂടിക്കൂടി വരികയാണ്. ഒരു പ്രവാചകനർഹനായിട്ട് ഞാനൊരൊറ്റ ആളിനെ മാത്രമേ കാണുന്നുള്ളൂ. തന്റെ നാടിന്റെ അവസ്ഥ എന്താണ്? പ്രവൃത്തികളിൽ മുങ്ങിക്കുളിച്ച ജനത, അനീതിയുടെ ചെളിയിൽ മുങ്ങിയ തന്റെ നാടിനെ രക്ഷിക്കുവാൻ ആ പ്രവാചകൻ ഒട്ടും വൈകാതെ ഒന്നിങ്ങി വന്നെങ്കിൽ അബൂബക്കർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഷാമിലേക്ക് കച്ചവടത്തിന് പോയ രംഗം അദ്ദേഹത്തിന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. വേദങ്ങൾ പഠിച്ച ജ്ഞാനികളായ ക്രിസ്തീയ പുരോഹിതന്മാർ പറയുന്നതെല്ലാം ഒരൊറ്റ കാര്യമാണ്. അതെ, വരാനിരിക്കുന്ന പ്രവാചകന്റെ കാര്യം. ഒരു പ്രവാചകന്റെ വരവ് അത്യാവശ്യമായിരിക്കുന്നു, അത് അത്യാസന്നമായിരിക്കുന്നു. മഹാനായ ഒരു പ്രവാചകനെ ഈ നാട് രക്ഷിക്കാനാവും. ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.